Next law. Questions. First one. At what temperature would the resistance of a copper wire be double its value at 0 degrees Celsius? Does the same temperature hold for all copper conductors regardless of shape or size? Given temperature coefficient of resistance of copper is 3.9 into 10 raised to minus 3 per degree Celsius. റെസിസ്റ്റൻസും ടെമ്പറേച്ചറും കൂടെയുള്ള റിലേഷൻ ഇതാ. റെസിസ്റ്റൻസ് അറ്റ് എ ടെമ്പറേച്ചർ T degree Celsius RT ഈക്വൽസ് resistance at 0 degrees Celsius R0 into 1 plus alpha T. ഈ ടെമ്പറേച്ചർ ഇവിടെ സെൽഷ്യസ് സ്കെയിലാണ്. ഇവിടെ ഇപ്പോൾ RT 0 ഡിഗ്രിയിലെ റെസിസ്റ്റൻസിൻ്റെ ഡബിൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ RTയുടെ സ്ഥാനത്ത് 2R0 എന്ന് എഴുതാം. ഈക്വൽസ് R0 into 1 plus alpha T. R0 ക്യാൻസൽ ചെയ്യും. അപ്പോൾ 2 ഈക്വൽസ് 1 plus alpha T. So alpha T equals 2 minus 1, 1, and T equals 1 by alpha. That is 1 by alpha തന്നിട്ടുണ്ട് 3.9 into 10 raised to minus 3. Answer is about 256.4 degrees Celsius. That is the answer. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഇത് എല്ലാ കോപ്പർ കൊണ്ട് ഈ കോപ്പർ കണ്ടക്ടർ ഏത് ഷേപ്പിലായാലും സൈസിലായാലും ഒക്കെ ഇത് ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ്, ആപ്ലിക്കബിളാണ്. കാരണം T ഈക്വൽസ് 1 by ആൽഫ എന്നല്ലേ വന്നിരിക്കുന്നത്. ആൽഫ കോപ്പറിൻ്റെ ഒരു കോൺസ്റ്റൻ്റാണ്. അത് ഷേപ്പും സൈസും വേണ്ടൊന്നും അതിന് ബന്ധമില്ല. വെള്ളത്തിൻ്റെയൊക്കെ ഡെൻസിറ്റി പറയുന്ന പോലെ. അപ്പോൾ since alpha is a constant for copper for a material, the answer is yes. Either case is applicable. Another one. A rod of a certain metal is 1 meter long and 2.4 into 10 raised to minus 5 meter square in cross section. The resistance between its ends is 2.87 into 10 raised to minus 3 ohm. A round disc is formed of the same material, 3.14 into 10 raised to minus 4 meter square in cross section. What is the resistance between the opposite round faces? ആദ്യം പറഞ്ഞിരിക്കുന്നത് ഒരു കണ്ടക്ടർ കൊണ്ടുള്ള റോഡ് വയർ, അത് തന്നെ പിന്നെ ഒരു ഡിസ്കിൻ്റെ ഷേപ്പിലാക്കുന്നു. അപ്പോൾ വോളിയം മാറാൻ പാടില്ലല്ലോ. വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്താണ്. അപ്പോൾ വയറായിട്ടിരിക്കുമ്പോൾ ഏരിയ A1 ലെങ്ത് L1 ആയിരിക്കട്ടെ. സർക്കുലർ ഡിസ്ക് ആകുമ്പോൾ ഫേസ് ഏരിയ A2 തിക്നെസ് L2 എന്നും ഇരിക്കട്ടെ. പക്ഷെ വോളിയം മാറാൻ പറ്റില്ലല്ലോ. അപ്പോൾ V ഈക്വൽസ് A1 L1 ഈക്വൽസ് A2 L2. ഇവിടുന്ന് ഡിസ്ക് ആക്കുമ്പോൾ ഉള്ള തിക്നെസ് ഞാനിവിടെ എല്ലാം തന്നെ ഇട്ടിരിക്കുന്നത് L2 ഈക്വൽസ് A1 L1 by A2. A1 ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വയറായിരിക്കുമ്പോൾ തന്നിട്ടുണ്ട് 2.4 into 10 raised to minus 5 മീറ്റർ സ്ക്വയറും തന്നിട്ടുണ്ട്. ഇൻറ്റു L1 1 മീറ്ററും തന്നിട്ടുണ്ട്. ബൈ A2 ഡിസ്ക് ആക്കുമ്പോൾ ഉള്ള ഫേസ് ഏരിയ 3.14 into 10 raised to minus 4 മീറ്റർ സ്ക്വയർ എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ L2 കിട്ടും. L2 is 0.076 meter.
ഇതാണ് ഡിസ്ക് ആക്കുമ്പോൾ ഉള്ള അതിൻ്റെ തിക്നെസ്. ആ തിക്നെസ്സാണ് ലെങ്തായിട്ട് ഇവിടെ റെസിസ്റ്റൻസ് കാണാൻ എടുക്കേണ്ടത്. കാരണം റൗണ്ട് ഫേസസിന് ഇടയ്ക്കുള്ള റെസിസ്റ്റൻസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് ദി ഡിസ്ക് ആർ ഈക്വൽസ് റോ ഇൻറ്റു എൽ ബൈ എ. ഇവിടെ എൽ എന്ന് പറയുന്ന ഈ തിക്നെസ്സാണ് കൊടുക്കേണ്ടത്. ഈക്വൽസ് ഇവിടുന്ന് ഈക്വൽസ് ആറ് ആദ്യത്തെ കേസ് എടുക്കുക. ആദ്യം റോ കണ്ടുപിടിക്കണമല്ലോ. ആർ ഈക്വൽസ് റോ എൽ ബൈ എ. ആദ്യത്തെ കേസിൽ വയർ ആയിരിക്കുമ്പോൾ 2.87 × 10⁻³ തന്നിട്ടുണ്ട്. ഈക്വൽസ് റോ ഇൻറ്റു L1 ബൈ ആദ്യ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 2.4 × 10⁻⁵ തന്നിട്ടുണ്ട്. അപ്പോൾ വയറിന് വേണ്ടി ഈ ഫോർമുല ഉപയോഗിക്കുക. എന്നിട്ട് അവിടുന്ന് റോ കണ്ടുപിടിക്കാം. ഇവിടുന്ന് റോ ഈക്വൽസ് 2.87 × 2.4 × 10⁻⁸ എന്ന് വരും. ഓർ ദറ്റ് ഈസ് 6.9 × 10⁻⁸ ഓം മീറ്റർ, റോയുടെ യൂണിറ്റ്. അപ്പോൾ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിച്ചു. ഇനി ഈ റെസിസ്റ്റിവിറ്റി ഉപയോഗിച്ച് R2 കാണാം. സർക്കുലർ ഡിസ്കിൻ്റെ റെസിസ്റ്റൻസ് കാണാം. R2 ഈക്വൽസ് റോ ഇപ്പോൾ കിട്ടിയത് ഇൻറ്റു L 0.076 ബൈ ഏരിയ ഓഫ് 3.14 × 10⁻⁴. ആൻസർ ഈസ് 1.7 × 10⁻⁵ ഓം എന്ന് വരും. അപ്പോൾ ആദ്യം വോളിയം ഇക്വേറ്റ് ചെയ്ത് അവിടുന്ന് ഡിസ്കിൻ്റെ തിക്നെസ് കാണുക. നമ്മൾ L2 ഇട്ടു. അത് കഴിഞ്ഞ് ആ കമ്പി ആർ ഈക്വൽസ് റോ ഇൻറ്റു എൽ ബൈ എ. ആ കമ്പിയുടെ വാല്യൂസ് ഇനിഷ്യൽ കേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് റോ കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞ് ഡിസ്കിൻ്റെ കണ്ടുപിടിക്കുക. ഇതേ ഫോർമുല തന്നെ ഡിസ്കിൻ്റെ തിക്നെസ് എല്ലായിട്ട് എടുക്കുക. അതിൻ്റെ ഫേസ് ഏരിയ തന്നിട്ടുണ്ട്. റോ കണ്ടുപിടിച്ചു. ഇതെല്ലാം കൂടി ഉപയോഗിക്കുമ്പോൾ ഡിസ്കിൻ്റെ കിട്ടും. കണ്ടല്ലോ. Another one. The copper windings of a motor have a resistance of 50 ohm at 20 degrees Celsius. When the motor is idle. ഞാനൊന്നുകൂടെ വായിക്കാം. The copper windings of a motor have a resistance of 50 ohm at 20 degrees Celsius when the motor is idle. idle. അതിൻ്റെ മോട്ടോർ വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ വൈൻഡിങ് കോയിലിൻ്റെ റെസിസ്റ്റൻസ് 50 ohm അറ്റ് 20 degrees Celsius. അടുത്ത സെൻറ്റൻസ്. ആഫ്റ്റർ റണ്ണിങ് ഫോർ സെവറൽ അവേഴ്സ് ദ റെസിസ്റ്റൻസ് റൈസസ് ടു 58 ohm. What is the temperature of the winding? Given temperature coefficient of copper 3.9 × 10⁻³ per degree Celsius. നമ്മൾ ഇപ്പോൾ കണ്ടതാ റെസിസ്റ്റൻസ് അറ്റ് എ ടെമ്പറേച്ചർ T degree Celsius. RT ഈക്വൽസ് R0 × 1 + α_T. അപ്പോൾ ഇനീഷ്യൽ ടെമ്പറേച്ചറിൽ ആദ്യം 20 ഐഡിലായിരിക്കുമ്പോൾ 20 degrees Celsiusലെ റെസിസ്റ്റൻസ് ഐഡിലായിരിക്കുമ്പോൾ റെസിസ്റ്റൻസ് R1 എന്നിരിക്കട്ടെ. R1 ഈക്വൽസ് R0 × 1 + α_T1. കുറേ മണിക്കൂറുകൾ ഓടിക്കഴിയുമ്പോൾ റെസിസ്റ്റൻസ് ഇത് ചൂടാകും. അപ്പോൾ റെസിസ്റ്റൻസ് R2 എന്നിരിക്കട്ടെ. R2 ഈക്വൽസ് R0 × 1 + α_T2. ഡിവൈഡ് ചെയ്യുക. R1 / R2 ഈക്വൽസ് 1 + α_T1 / 1 + α_T2. അത് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ R1 × 1 + α_T2 ഈക്വൽസ് R2 × 1 + α_T1. ബ്രാക്കറ്റ്സൊക്കെ മാറ്റി
അവിടെ നിന്ന് R2 മൈനസ് R1 ഈക്വൽസ് ആൽഫ ഇൻറ്റു R1 D2 മൈനസ് R2 T1 എന്ന് വരും. ഫ്രം വിച്ച് ആൽഫ ഈക്വൽസ് R2 മൈനസ് R1 ബൈ R1 T2 മൈനസ് R2 T1. ഈ സ്റ്റെപ്സ് ഒന്നും ചെയ്യേണ്ട, ഈ ഫോർമുല അങ്ങ് കാണാതെ പഠിച്ചാൽ മതി. ഇതുപോലെ പ്രോബ്ലം ചോദിച്ച് ഇത് നേരിട്ടങ്ങ് ഉപയോഗിക്കുക. ഞാൻ ചെയ്ത് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഈ ഫോർമുല നേരിട്ടങ്ങ് ഉപയോഗിക്കുക. ഇവിടെ ആൽഫ തന്നിട്ടുണ്ട് 3.9 ഇൻറ്റു 10⁻³ ഈക്വൽസ് R2 മൈനസ് R1 58 മൈനസ് 58 ഡിവൈഡഡ് ബൈ R1 T2. R1 20 ഡിഗ്രി സെൽഷ്യസാണ്. 50 R1 ഈസ് 50 ഇൻറ്റു T2 അതാ കണ്ടുപിടിക്കേണ്ടത്, മൈനസ് R2 58 ഇൻറ്റു T1 20. ഇവിടുന്ന് T2 കണ്ടുപിടിക്കാം. ഇവിടുന്ന് 50 T2 മൈനസ് 20, 58 ഇൻറ്റു 20 ഈസ് 1160 ഈക്വൽസ് 8 by this, 8 by 3.9 into 10⁻³ that is 2051. From which T2 equals this plus this by 50 എന്ന് പറയുമ്പോൾ 64 ഡിഗ്രി സെൽഷ്യസ് എന്ന് വരും. Okay. Thank you.